എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ ഈ 5 മണിക്ക് തന്നെയൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. 5 മണിക്ക് എഴുന്നേറ്റില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, എങ്കിലും നമ്മൾക്ക് ഒരു മനസ്സമാധാനമായിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ പതിവ് പോലെ എഴുന്നേൽക്കുന്നതെന്ന് മാത്രം. ഒരു കാര്യമില്ലെന്നുണ്ടെങ്കിലും എഴുന്നേൽക്കും, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ രാത്രി വരെയുള്ള മൂഡ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ രാവിലെ ചോറ് ചൂടാക്കാനുള്ളത്, പിന്നെ കാപ്പി, അതിനുള്ള വെള്ളം ഒക്കെ വെച്ച്, പിന്നെ ഇന്ന് ഇത്തിരി പരിപ്പ് കറിയും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇപ്പോൾ 3 കപ്പ് പൊടി എടുക്കണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് വെള്ളവും ഒരിത്തിരി ഉപ്പും എണ്ണയും കൂടി ചേർത്ത്, എണ്ണ അല്ലെങ്കിൽ ഏറ്റവും അവസാനവും ചേർത്ത് കൊടുത്താലും മതി, ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോഴായിട്ട് അങ്ങനെ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഏറ്റവും അവസാനം എല്ലാം കൂടി യോജിച്ചങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ കൈ വെച്ച് കുഴക്കുമ്പോഴും ഏറ്റവും അവസാനം എണ്ണ ഇട്ടാൽ പെട്ടെന്ന് യോജിച്ച് വരും, എല്ലാം കൂടി പെട്ടെന്ന് ഇങ്ങോട്ട് ബോളായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാനിപ്പോഴും ഇതിൻ്റെ അകത്തും ഇതുപോലെ തന്നെ എണ്ണ ഒഴിച്ചിട്ട് തന്നെയാണ് ആക്കിയത്. അത് പെട്ടെന്ന് തന്നെ ആയി വന്ന്. പിന്നെ ഇനി അതെടുത്ത് മൂടി വെച്ചതിന് ശേഷം അത് അവിടെ ഇരുന്നിട്ട് ഒന്നുകൂടി സോഫ്റ്റ് ആകട്ടെ, എന്നിട്ട് നമുക്ക് തുടക്കാനൊക്കെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെടുത്ത് മാറ്റി വെച്ച്. അപ്പോൾ ഏതായാലും കാപ്പിക്കിട്ട് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കാപ്പിയും കൂടി ഇട്ട് അതുകൂടി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പ മുകളിലേക്ക് പത്രം വായിക്കാനായിട്ട് പോകുമ്പോൾ കാപ്പിയും കൊണ്ട് മുകളിലോട്ട് പോയിട്ട് അവിടെ ഇരുന്നിട്ട് കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ പത്രമൊക്കെ വായിച്ച് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് വരണത്. അപ്പോൾ ആദ്യം തന്നെ ഒന്നും കാപ്പി കുടിക്കില്ല, ആദ്യം തന്നെ പപ്പ വന്നിട്ട് മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെടികൾ നനച്ച് മുറ്റം കഴുകിയിട്ടൊക്കെ ഇടും. അത് ആ വലിയൊരു പണി എനിക്ക് രാവിലെ ഇല്ല. നേരത്തെ പപ്പ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ രാത്രി ഞാൻ മുറ്റമടിച്ചിടും, കാരണം എനിക്ക് രാവിലെയൊക്കെ ചെയ്യാൻ പറ്റൂല, കുറേ ജോലികളൊക്കെ ഉണ്ടാകും, രാവിലെ വീഡിയോൻ്റെ വർക്കൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് രാവിലെ പുറത്തേക്ക് ഇറങ്ങി അടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ രാത്രി അടിച്ചിട്ട് കഴിഞ്ഞാൽ രാവിലെ ഈ മോർണിംഗ് വാക്കിന് പോകുന്ന ആളുകളൊക്കെ നോക്കുമ്പോൾ വൃത്തിയിൽ കിടക്കണ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രിയാണ് അടിച്ചിടുക. ഇപ്പോൾ പപ്പ ഉള്ളതുകൊണ്ട് പപ്പ നേരം വിളിക്കുന്നതിന് മുൻപ് തന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ അതേ ഞാൻ തുടക്കാനൊക്കെ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ വർക്കിനാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വോയിസ് ഓവറാണ് ഈ കൊടുക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതിപ്പോൾ ഒരു പഴയ വീഡിയോ ആണ് ഞാൻ കാണിച്ചതെന്ന് മാത്രം കേട്ടോ. ഇതുപോലെ നമ്മൾ വോയിസ് ഓവർ കൊടുത്ത് ആ വൈറ്റ് കളറിൽ കാണുന്നത് വോയിസ് ഓവറാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ വന്നു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും വോയിസൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് നേരമാകും. ചില സമയങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് അങ്ങനെ സംസാരിച്ച് വോയിസ് ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരില്ല. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും മറിച്ചും തിരിച്ചും ഒക്കെ പറഞ്ഞ് പിടിച്ചൊക്കെയാണ് വോയിസ് ഇടുക. ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വീഡിയോ അങ്ങോട്ട് പെട്ടെന്ന് ഓടിപ്പോകും. അപ്പോൾ നമ്മളത് വോയിസ് ഇടുമ്പോഴത്തേക്കും അതിനോട് ചേർന്നിട്ട് ആ ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ കറക്റ്റായിട്ട് പറയണം. അങ്ങനെയൊക്കെ ചില സമയത്തൊക്കെ ഒരുപാട് ടൈമൊക്കെ എടുക്കും കേട്ടോ വോയിസ് ഇടാൻ. ചില സമയത്ത് എനിക്കൊന്നും പറയാനുണ്ടാവില്ല. ജോലികൾ എപ്പോഴും ചെയ്യുന്ന ജോലികളായിരിക്കുള്ളൂ, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പാചകത്തിൻ്റെയൊക്കെ റെസിപ്പി എപ്പോഴും ചെയ്യുന്നതൊക്കെ എപ്പോഴും പറയണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻ പോലെയൊക്കെ ഞാൻ പറയും. അങ്ങനെയൊക്കെ ഈ ഒരു 7 വർഷക്കാലം ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി പരിപ്പ് കറിയൊക്കെ ഇട്ട് പപ്പൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത്, ഇനിയിപ്പോൾ ഞങ്ങൾ 3 റയൻ കഴിക്കില്ല, ഞാനും റോജറും കഴിക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഉച്ചക്ക് റോജറിനൊക്കെ മിക്കവാറും ചിക്കൻ കൂടുതൽ കഴിക്കാനാണ് ഇപ്പോൾ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾസ് അങ്ങനെ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി, മന്തി ഇത് കണ്ട് നിങ്ങളിനി എന്നെ കൊല്ലാൻ വരേണ്ട ഒരു അവസ്ഥയിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് ഞാൻ വെച്ച് കൊടുക്കുന്ന അത്രയേ ഉള്ളൂ. സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ റിച്ചാർഡാണ് മമ്മി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയും. ഇവർക്ക് അങ്ങനെ വലിയ അഭിപ്രായമൊന്നുമില്ല. ഇവർക്ക് ബിരിയാണി ഉണ്ടെങ്കിൽ ഹാപ്പിയാണ്. രണ്ടാളും റയനാണെന്നുണ്ടെങ്കിൽ ഇപ്പം മീൻ കറിയായിരുന്നു പണ്ട് ഏറ്റവും ഇഷ്ടം, പക്ഷേ ഇപ്പം ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. അവന് ബിരിയാണി എത്ര നേരം കൊടുത്തു കഴിഞ്ഞാലും ആൾ കഴിച്ചോളും. ബിരിയാണിക്ക് ഇത്തിരി മല്ലിയില കുറവുണ്ടായിരുന്നു, കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് എൻ്റെ കയ്യിലുണ്ട്, അത് പോരാ. അപ്പോൾ മല്ലിയില മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ റയന് ഈ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇതിന് ഭയങ്കര വില ചെയ്തുകൊണ്ട് ഞാനങ്ങനെ മേടിക്കാറില്ല, എനിക്ക് അത്ര വലിയ താല്പര്യവുമില്ല. അപ്പോൾ അവനിഷ്ടമുള്ള ചോക്ലേറ്റ് മധുരം അധികം കഴിക്കാത്ത ആളല്ല, അപ്പോൾ അവനിഷ്ടമുള്ള ചോക്ലേറ്റ് ഇതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെറാറോ റോഷർ മേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ അങ്ങോട്ട് മേടിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ അത് 2 മേടിച്ചാണ് ഈ കൂട്ടത്തിൽ കേട്ടോ. അത് ഒരെണ്ണത്തിന് 169 രൂപയാണെന്നാണ് തോന്നുന്നത്. ഒരെണ്ണത്തിന് 4 എണ്ണത്തിൻ്റെ പാക്കറ്റാണ് ഒരെണ്ണം. അപ്പോൾ അങ്ങനെ അത് 2 മേടിച്ച്.
പിന്നെ ചപ്പാത്തി ബാക്കി വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്ലിംഗ് റാപ്പിൽ പൊതിഞ്ഞ് വെക്കണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഒട്ടും തന്നെ ഡ്രൈ ആവില്ല. നമ്മളൊരു പാത്രത്തിൽ മൂടി വെക്കുന്നതിൽ നല്ലതാണ് ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് ഇത് റാപ്പ് ചെയ്ത് വെക്കുന്നതെന്ന് എനിക്ക് ഇപ്പം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ് കേട്ടോ. അത് വെച്ച പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ചപ്പാത്തി. പിന്നെ ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഓർഡർ ചെയ്തതുകൊണ്ടാണ് ഞാൻ ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് വെച്ചത്. കാരണം ചിക്കൻ വന്ന സ്ഥിതിക്ക് പിന്നെ ഫ്രീസറിൽ നിന്നൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, വേഗം എടുത്ത് വെക്കാമല്ല. അതുകൊണ്ടാണ് അന്ന് പിന്നെ ചിക്കൻ ബിരിയാണി ആക്കുക. പിന്നെ മീനൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് പിന്നെ ഇനി ആ മീൻ ഇത് വെജിറ്റബിൾ എന്നൊക്കെ പറയുമ്പോൾ റോജറിനൊന്നും വലിയ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ ചിക്കൻ ബിരിയാണി തന്നെ ആക്കാനായിട്ട്. അപ്പോൾ ഇത്തിരി ഇന്നിപ്പോൾ പപ്പ ഇന്ന് ചൊവ്വാഴ്ച ദിവസത്തെ വീഡിയോ കേട്ടോ. ചൊവ്വാഴ്ചയാണ് ഇന്ന്. പപ്പയൊക്കെ പള്ളിയിൽ പോണ ദിവസമാണ്. അതുകൊണ്ട് തന്നെയും ഇന്ന് എനിക്ക് തലവേദന പരിപാടിയായിരുന്നു. തലവേദന വെച്ചാൽ തല വേദന എന്നല്ല കേട്ടോ പറഞ്ഞത്, ദേഷ്യമായിരുന്നു ഇന്ന് മൊത്തത്തിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ നിന്നിട്ടില്ലേ 100 വട്ടത്തെ ഫോൺ കോൾസ്, പല സ്ഥലത്തു നിന്നുള്ള ഫോൺ കോൾസ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫോൺ കോൾസ്. അവരൊരു 2-3 തവണ വിളിക്കും, അങ്ങനെ ഫോൺ കോൾസ്. പിന്നെ എനിക്ക് ഗ്യാസ് കൊണ്ടുവന്ന്, അപ്പോൾ ഈ ഗ്യാസൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇല്ലേ നമ്മൾ പുറകിൽ നിന്ന് സിലിണ്ടറൊക്കെ എടുത്ത് ഒന്നാമത് റൂബിനെ പിടിക്കണം. റൂബിനെ ആദ്യം പൂട്ടണം. പിന്നെ സിലിണ്ടർ നമ്മളുടെ വർക്ക് ഏരിയയിൽ നിന്ന് പൊക്കിയെടുത്ത് പുറത്തുകൂടെ വെച്ച് കൊടുക്കണം. പപ്പക്ക് അങ്ങനെ അകത്ത് വരെ ആളെ വരുത്തിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എടുത്ത് മറ്റേ കാലി സിലിണ്ടർ കൊണ്ടുപോയിക്കോളും. പക്ഷേ പപ്പക്ക് അത് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നെയും ഞാൻ സിലിണ്ടർ കൊണ്ടുപോയിട്ട് പപ്പ ഗേറ്റിൻ്റെ അരികിലാണ് കൊണ്ടുപോയി വെച്ച് കൊടുക്കണം. എന്നിട്ട് അവരുടെ അടുത്ത് സിലിണ്ടർ ആ കാർ പൊറിച്ചിൻ്റെ അരികിൽ വെച്ചാൽ മതി. പിന്നെ പപ്പയാണ് കൊണ്ടുപോയി അകത്തൊക്കെ കൊണ്ടുപോയി വെക്കണം. പപ്പ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അതൊരു പണിയായിരുന്നു. പപ്പ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ തിരിഞ്ഞ് നോക്കണ്ട, എല്ലാം പപ്പ ചെയ്തോളും. പപ്പ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്, അല്ല ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും അല്ല പപ്പ ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് ഇത് ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. ഒന്നാമത് കുളിച്ച് വൃത്തിയായിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഈ ഒരു പണിയും കിട്ടിയത്. അപ്പം ഇങ്ങനെ വേർത്ത് കുളിച്ച് നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ വേർത്ത് കുളിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു അസ്വസ്ഥത. അപ്പം അങ്ങനെ മൊത്തത്തിൽ ശോകാവസ്ഥയിലായിരുന്നു ഇന്ന് ഈ ബിരിയാണി വെച്ചുണ്ടാക്കിയെടുത്തത്. ഒരുപാട് നേരം പോയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെ തന്നെ റെഡിയായി. എങ്കിലും എന്നെ സംബന്ധിച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ബിരിയാണി ഒരു പകുതി ആ ഒരു ചൂടെല്ലാം കുറഞ്ഞു കഴിഞ്ഞിട്ട് സമാധാനത്തിലെടുക്കണതൊക്കെയാണ് എനിക്കിഷ്ടം. ഇന്നിപ്പോൾ ചൂടോടുകൂടി തന്നെ എടുക്കേണ്ടി വന്ന്, അതേ ഉള്ളൊരു കുഴപ്പം. അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 1:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ബിരിയാണി വെക്കാനായിട്ട് 2 കാര്യമുണ്ട്. പപ്പക്കും ബിരിയാണി കൊടുക്കാം, കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ബീഫ് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നല്ല. അപ്പോൾ അതിൻ്റെ മസാല ഉണ്ടായിരുന്നു ബീഫിൻ്റെ, റൈസ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിനെ കൂടിയിട്ട് റൈസ് വേറെ വേവിച്ച് ചേർത്തിട്ടായിരിക്കും കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു ചിക്കൻ ബിരിയാണി വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീതലത്തെ റൈസ് ഒരു ഇത്തിരി എടുത്തിട്ട് പപ്പക്ക് ആ ബീഫ് ബിരിയാണിയുടെ ഒപ്പത്തിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയല്ല. അപ്പോൾ അതും ഓക്കെയാണ്. അപ്പോൾ പപ്പക്കും ബിരിയാണി കഴിക്കാം. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാം, പപ്പക്ക് ഉച്ചക്ക് ബീഫ് ബിരിയാണി കഴിക്കാം. പിന്നെ രാത്രി ചോറുണ്ട്, തലേദിവസം ചോറൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചൂടാക്കിയത് രാത്രി കറി എന്തെങ്കിലും കൂട്ടിയിട്ടൊക്കെ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ നിന്നത്. അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ ഏതൊരു പുറത്തുനിന്ന് ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ റയൻ പറയും മമ്മിയുടെ ബിരിയാണിയാണ് കേട്ടോ ബെസ്റ്റ് എന്നുള്ളൂ. എനിക്കും ഞാൻ വെക്കണ ബിരിയാണി തന്നെയാണ് ഇഷ്ടം. റോജർ പിന്നെ പ്രത്യേകിച്ചൊരു അഭിപ്രായമൊന്നും അങ്ങനെ പറയാറില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ശനിയാഴ്ച ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് വീഡിയോ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലേ. ഞാനും വീഡിയോ ഇടേണ്ടതെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നാളെ വീഡിയോ ഇടാം അങ്ങനെയാണ് പറഞ്ഞ് നിർത്തിയത്. അത് പിന്നീടാണ് ഞാൻ വെള്ളിയാഴ്ച ആണല്ല ഇന്നലെ എന്ന് ഞാൻ ഓർത്തതും. അത് ഓർക്കാതെയാണ് നാളെ എന്ന് പറഞ്ഞത്. അടുത്ത നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലത്തെ വീഡിയോ നിർത്തിയത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഇന്ന് വെള്ളിയാഴ്ചയാണ്, പിറ്റേ ദിവസം വീഡിയോ ഇല്ലല്ലോ. അന്നേ പിന്നെ ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് വീഡിയോ ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ഇട്ടത് കേട്ടോ. പിന്നെ ഫ്ലെയിമൊന്നും ഓൺ ചെയ്യാതെ തന്നെ ഉണ്ട് അത് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണേണ് കേട്ടോ. ആദ്യം സവാള വറുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചതും തക്കാളി അരിഞ്ഞതും പിന്നെ തൈരും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടാൽ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രിഡ്ജിലുണ്ടായ മല്ലിയിലയാണ് ഇപ്പം ഞാൻ ഇട്ടത്. വെറുതെ ഒന്ന് അതിനകത്ത് കിടക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ വേവിച്ച് ഏറ്റവും അവസാനം തീർന്ന് റൈസ് ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കൂടുതലും മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റൂബിക്കും ചിക്കൻ വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ചിക്കൻ വേവിക്കുന്നതൊക്കെ റൂബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണ്, ചിക്കൻ വരണ ദിവസം ചിക്കൻ്റെ കരളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ആയിരിക്കുള്ളൂ ആദ്യത്തെ ദിവസം ഞാൻ വേവിക്കണത്.
അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമുണ്ട്. കരൾ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് റൂബിക്ക്. മടുപ്പ് കൂടാതെ കഴിക്കുന്ന ഒരു സാധനം കരൾ മാത്രമാണ്. പിന്നെ ഇനി റൈസും കൂടി ഒന്ന് വേവിക്കണം. അപ്പോൾ ഇന്നത്തെ റൈസിൽ ഞാൻ മസാല ഇട്ടതേ ഇല്ലട്ടാ. ഞാൻ മനസ്സിൽ വിചാരിച്ചത് നമ്മളിങ്ങനെ ദം ചെയ്യുന്നതിന് മുമ്പായിട്ട് മീതെ മസാല, ഗരം മസാലയുടെ പൗഡർ ഇത്തിരി ചോറിൻ്റെ മീതയിൽ ഇട്ട് കൊടുത്താലും ആ സ്മെല്ലുണ്ടാവും. ഒരു ലെയർ പോലെ ഇടയ്ക്ക് ഇത്തിരി മസാല ഇട്ടിട്ട് അതിൻ്റെ മീതയിൽ ചോറ് ബാക്കിയുള്ളത് ഇട്ടാൽ മതിയാവും. പക്ഷെ അതിടാനും മറന്നുപോയി എന്ന് വിചാരിച്ചു. ഒരു കുഴപ്പമില്ല. ഈ മസാല പെറുക്കി കളയണ ഒരു ബുദ്ധിമുട്ടാണല്ലോ, ഇടയ്ക്ക് കടിക്കണതൊക്കെ. ഇടയ്ക്ക് ഏലക്കയൊക്കെ കഴിച്ചു പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഭയങ്കര ഒരു രുചി വരൂലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇന്ന് മസാല ഇട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഈ സ്പ്രേ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പോൾ കണ്ടില്ലേ, വിനാഗിരിയും വെള്ളവും ഈ എന്തെങ്കിലും ഒരു ലിക്വിഡ്, ക്ലീനിങ് ലിക്വിഡ് ഏതെങ്കിലും അതിനകത്ത് ഒരു ഇത്തിരി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്ലീനറാണ് കേട്ടോ ഇത്. എല്ലാവരും തന്നെയും ഇപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണ് തോന്നുന്നത് ചെയ്യണത്. വിനാഗിരി നല്ലതായിട്ട് തന്നെ ക്ലീൻ ആക്കുന്നൊരു സാധനമാണ്. പിന്നെ വല്ലെണ്ണം മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഡിഷ് വാഷ് ലിക്വിഡും കൂടി അതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഒരുപാട് മിക്സ് ചെയ്ത് ഡിഷ് വാഷ്, കാരണം പത വരും. നമ്മൾ തുടക്കുമ്പോൾ ഒറ്റ തുടക്കലേ തുടക്കമുള്ളേ. അപ്പോൾ പത വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും തുടക്കേണ്ടി വരും. അപ്പോൾ പതയില്ലാത്ത രീതിയിൽ വേണം ചേർക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് റീഫിൽ ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ബിരിയാണിയുടെ കാര്യങ്ങൾ ഏറെക്കുറെ ആയി. അതൊക്കെ വെന്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റൈസ് വിട്ട് ഗരം മസാല ഇടണമെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയി, ഗരം മസാല പൗഡറേ. അപ്പോൾ നമ്മളിന്ന് കശുവണ്ടി മുന്തിരിയൊക്കെ എണ്ണയിലാണ് വറുത്തത്. അപ്പോൾ കശുവണ്ടി മുന്തിരിയൊക്കെ ഞാൻ മേടിപ്പിച്ചായിരുന്നു കേട്ടോ. കാരണം പപ്പക്ക് കശുവണ്ടിയും ഒക്കെ കുറേ കഴിക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വറുത്ത് കഴിയുമ്പോഴത്തേക്ക് റയൻ പറയണ്ടായിരുന്നു, മമ്മി നെയ്യിൽ തന്നെ വറുക്കുമ്പോഴാണ് ടേസ്റ്റ്, നെയ്യിൽ വറുക്കണേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെറുതെ ഓയിലാണ് വറുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത്തവണ ഞാൻ നെയ്യിൽ തന്നെ വറുത്ത് ആ നെയ്യും അതിൻ്റെ മീതിയിലേക്ക് ഇട്ട്, പോരാത്ത നെയ്യ് കുപ്പിയിൽ നിന്നെടുത്ത് അതും അതിൻ്റെ മീതിയിലിട്ടാണ് ദം ചെയ്ത് കേട്ടോ. ഒരു ഇത്തിരി റോസ് വാട്ടറും പൈനാപ്പിൾ എസൻസും ഒരു തുള്ളിയും കൂടി ഇട്ടിട്ടാണ് അത് ആക്കി ദം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വേഗം വന്നിട്ട് റൈസെല്ലാം ഒന്ന് മാറ്റി മിക്സ് ചെയ്തൊക്കെ എടുത്ത് ബിരിയാണി ഏതായാലും വിളമ്പി. അപ്പോൾ ആദ്യം മിക്സ് ചെയ്ത റൈസിനകത്ത് നിന്ന് പപ്പക്കാണ് ആദ്യം കൊണ്ടു കൊടുത്തത് നമ്മളുടെ ബീഫ് ബിരിയാണി ചൂടാക്കി അതിൻ്റെ മീതിൽ റൈസ് എടുത്ത് വെച്ച്. അപ്പോൾ ചിക്കനുമായിട്ട് ഇതിന് ബന്ധം വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ പപ്പടം വറുത്തതൊക്കെ ഉണ്ടായിരുന്നില്ല. പപ്പടം വറുത്തത് ഞാനിതിൻ്റെ അകത്തേക്ക് വെക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഷോർട്ട് വീഡിയോയിൽ പപ്പടം വറുത്തത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് ആക്കിയ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മുട്ട ഞാനിന്ന് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം പുഴുങ്ങിയ മുട്ടയുടെ ഒരെണ്ണം ഫ്രിഡ്ജിൽ ബാക്കി വന്ന് ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് മുറിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആർക്കും തന്നെ മുട്ടയും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റയൻ മാത്രമാണ് ആ മുട്ട കഴിച്ചത്, റോജറിന് വേണ്ടാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടില്ലേ, ഞാനും റയനും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ പൂക്കൾ ഇങ്ങനെ പുതിയ പൂവാണ് ഉണ്ടായത്. അത് ആ ചെടിയിൽ അധികം പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല. 1-2 ചെറിയ പൂക്കൾക്ക് ശേഷം ഇപ്പോൾ ഒരുപാട് പൂവിട്ട് നിൽക്കണേന് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. 2 സൈഡിൽ നമ്മളിപ്പോൾ അത് നട്ടിട്ടുണ്ട്. ഇനി അത് പൊക്കം വെച്ചിട്ട് ഒരു സൈഡ് ഭയങ്കരമായിട്ട് പൊക്കം വെച്ച മരവും ഇത് ഇപ്പോൾ അതിൻ്റെ തൈ പപ്പ നട്ട് വളർത്തിയതാണ്. അപ്പോൾ അതിൽ ഒരുപാട് പൂവുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബൊഗൈൻവില്ല നമ്മളിപ്പോൾ താഴേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ മതിലിൻ്റെ മുകളിലേക്ക് ആ ഒരു പൂക്കൾ നിറയെ നിൽക്കട്ടെ, അത് വളർന്ന് പൊങ്ങിയിട്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇത് അടീനിയത്തിൽ ഇപ്പോൾ ഇലയില്ലാതെ പൂക്കൾ മാത്രമായിട്ടുണ്ട്. ഒരുപാട് പൂക്കളാണ് അടീനിയത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് മില്യൻസിലേക്ക് പോകണുണ്ട്. നിങ്ങൾ മില്യൻസിൻ്റെ വീഡിയോ ഒക്കെ ചിലപ്പോൾ ഒരു വൈറൽ വീഡിയോ ഒരു പുള്ളിയുടെ ചാനലിൻ്റെ പേരറിയില്ല, അതിനകത്ത് കണ്ടിട്ടുണ്ടാവും. ഞാൻ സാരിയൊക്കെ സെറ്റ് ചെയ്യാൻ കൊടുക്കുന്ന സ്ഥലമില്ലേ, ബുട്ടീക്ക് നമ്മളുടെ കസ്റ്റമൈസ് ചെയ്ത് തരുന്നത്, ഏത് ഡ്രസ്സും കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പോൾ അവിടേക്കാണ് ഈ പോണത് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമാണ്. സാധാരണ ഇതിൽ കൂടി നടന്നല്ല, നമ്മൾ കാറിൽ തന്നെയാണ് പോണതുകൊണ്ട് അങ്ങനെ ഓടി അങ്ങോട്ട് പോകും. പക്ഷേ നടന്ന് പോകുമ്പോഴുള്ള മനോഹാരിതനേക്കാണ്. ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളുടെ ഇടവഴിയിൽ നിന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് വന്നിട്ട് നേരെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നിട്ട്. അപ്പോൾ ഇതൊക്കെ അപകടം നടന്നതാണ് കേട്ടോ. വണ്ടിയൊക്കെ ഇടിച്ച് കയറിയതാണ്. ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയണ്ടായിരുന്നു. രാത്രി എന്തോ വണ്ടി ഇടിച്ച് കയറി കുറേ നാൾ മുൻപ്. അതങ്ങനെ ഒടിഞ്ഞു നടന്നിട്ട് അതുപോലെ തന്നെ കിടക്കണേ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അത്ര വലിയ ഒരു സുരക്ഷിതത്വം ഇല്ലെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ ബെഞ്ചിലിരിക്കുന്ന ആളുകളുടെ നേർക്കായിരിക്കുമല്ലോ വണ്ടി പാഞ്ഞ് കയറാൻ പോകുന്നത്. അപ്പോൾ അത് അത്ര വലിയൊരു സുരക്ഷിതമല്ല എന്നൊന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥ. അപ്പോൾ ഇത് 2ാമത്തെ ഗ്രൗണ്ടാണ്. അപ്പം നമ്മളുടെ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്, 4 കൂടിയ വഴി, ക്രോസ് റോഡ്.
അപ്പോൾ ആ 4 കൂടിയ വഴി കഴിഞ്ഞിട്ട് ഈ വലിയ ഗ്രൗണ്ട്, അപ്പം നമ്മളുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഈ ഗ്രൗണ്ട് കാണാം. ഈ ഗ്രൗണ്ടിലാണ് മഴമരമൊക്കെ വെച്ചിട്ട് നമ്മളുടെ ക്രിസ്മസ് ട്രീ വലിയ മരം ലൈറ്റ് കത്തിക്കൂലേ അത്. അപ്പോൾ അതേ ഞാനിങ്ങനെ തിരിച്ച് ഇപ്പുറത്തേക്ക് വന്നതാണ് കേട്ടോ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് തന്നെ വന്നതാണ്. കാരണം ഈ വഴിയിലാണ് നമ്മളുടെ ബുട്ടീക്കിലേക്ക് പോകുന്ന ആ വീടുള്ളത്. അപ്പം ഞാൻ ചുറ്റും ഒന്ന് കാണിച്ചു തരേണ്ടതാണ്. ഇത് ഈ വഴിയിലേക്കാണ് കയറണമെന്നുള്ളത്. മെയിൻ ആയിട്ടുള്ള നമ്മളിപ്പോൾ നടന്നു വന്ന വഴിയാണത്. അതിനകത്ത് നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തന്നെ വീണ്ടും വന്നിട്ട് ഇത് ഈ വഴി കൂട്ടിയിട്ടാണ് നമ്മളങ്ങോട്ട് ബുട്ടീക്കിലേക്ക് പോകുന്നത്. ഇതൊക്കെ ഇടവഴികളാണ് കേട്ടെങ്കിലും കാറൊക്കെ പോകും. അത്യാവശ്യം വലിയ കാറുകളൊക്കെ പോകൽ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. നമ്മുടെ പോലത്തെ കുഞ്ഞിക്കാറൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് പോകും. അങ്ങനത്തെ ബുട്ടീക്കിൻ്റെ അവിടെ എത്തിയിട്ടാ, ഇത്തിരി അങ്ങോട്ട് നടന്നാൽ മതി. അപ്പോൾ ബുട്ടീക്കിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഇവരുടെ ബുട്ടീക്ക് നടത്തുന്ന പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിൻ്റെ ചെടി, ആ പുള്ളിയാണ് ഇത്തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അവർക്ക് അങ്ങനെ മുറ്റത്ത് സ്ഥലമില്ല. കാരണം കംപ്ലീറ്റ് വീടും എല്ലാം ഈ ബുട്ടീക്കിന് വേണ്ടി അങ്ങനെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ചെടിയൊന്നും വെക്കാൻ നിവർത്തിയില്ല. ഇതാണ് മിലിൻസ്, അവരുടെ വീടാണിത്. അപ്പോൾ അവരൊരു ബുട്ടീക്കായിട്ട് ആക്കിയെടുത്തേക്കണേ കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ കയറി പിന്നെ ഞാൻ അവിടെ വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മൾ തിരിച്ച് നടക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അവിടുത്തെ വീഡിയോ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട്, ബുട്ടീക്കിലെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ ഞാനത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പോയതായിരുന്നു കേട്ടോ. ഡ്രസ്സ് സാരി സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയതാണ്. ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല, നമുക്ക് കല്യാണത്തിൻ്റെ സമയത്തൊക്കെ വേണ്ട കാര്യങ്ങൾ. കാരണം അവിടെ 2-3 മാസം മുൻപ് നമ്മൾ ബുക്ക് ചെയ്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അല്ലാതെ ഇപ്പോഴത്താന്ന് പറഞ്ഞാലൊന്നും കിട്ടുമൊന്നുമില്ല. 2 മാസമൊക്കെ പിടിക്കും ഈ സാധനം തയ്ച്ചൊക്കെ തരുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇനി സമയമാകുമ്പോൾ നമ്മളതിൻ്റെ പാറ്റേണൊക്കെ കൊടുത്ത് സെറ്റാക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇത് ഏതായാലും എനിക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് ഐഡിയാസൊക്കെ നമ്മളവിടെ നിന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. പക്ഷേ ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ സാരിയും ബുക്ക് ചെയ്തിട്ട് ഞാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ ഈ വാക്ക് വേയിലേ കൂടി നമുക്ക് നടക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ അകത്തുകൂടി വേഗം നടന്നു പോരാം. കാരണം വണ്ടിയുടെ ഒരു ശല്യമൊന്നും ഇല്ലാതെ ഗ്രൗണ്ടിൽ കൂടി നമുക്ക് ആടിപ്പാടി കയറി ഇങ്ങോട്ട് പോരാട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട് നമുക്കിവിടെ. എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഇത് 4 കൂടിയ വഴിയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നേരെ മുമ്പിൽ കാണുന്നത് നമ്മുടെ ഗ്രൗണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ 2 ഗ്രൗണ്ട് തമ്മിൽ ഈ ഒരു വഴിയുടെ അപ്പുറത്തുമാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ അകത്തേക്ക് കയറണേണ് കേട്ടോ. അപ്പോൾ റയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ കൂടി കയറി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അവിടെ ക്രോസ് ചെയ്ത് ഇതാണ് റൗണ്ട് അബൌട്ട്. അത് അപ്പുറത്തെ ഗ്രൗണ്ട് കണ്ട, അതും കഴിഞ്ഞ് നമ്മളുടെ ഗ്രൗണ്ടിലേക്ക് കയറണേ. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിലാണ് ഞാൻ രാത്രി നടക്കാൻ ഇറങ്ങണത്. ഇവിടെ മറ്റേ ഗ്രൗണ്ടിലാണ് റോജറൊക്കെ നടക്കാൻ പോകുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ നടന്നു വന്നില്ലേ, ആ ഗ്രൗണ്ടിൽ ഭയങ്കര വലിയ ഗ്രൗണ്ടാണ്. അവിടെ ഇതുപോലെ തന്നെ ഫുട്പാത്ത് ചുറ്റുമുണ്ട്. അവിടെ ഒരു 5 റൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആൾ ചാകും. പിന്നെ ഇത് റയൻ പറഞ്ഞ പോലെ ഓലക്കീറും വെള്ളത്തുണി എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കേണ്ട അവസ്ഥയാണ്. അത്രയും വലിയ ഗ്രൗണ്ടാണ്, അത്ര ഏരിയ ഉണ്ട്. ചുറ്റിക്കറങ്ങി വരുമ്പോൾ ആൾ പോവും. ഇതാവുമ്പോൾ അത്രയും ഇല്ല. ഇത് ഞാൻ 8 റൗണ്ട് എടുക്കണം. 8 റൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും 4.5 കിലോമീറ്ററോളം ആകും ആ സമയത്ത്. അതായത് 3/4 മണിക്കൂർ. 8 റൗണ്ട് എടുക്കുമ്പോൾ 3/4 മണിക്കൂറാകും, 4.5 കിലോമീറ്റർ ആകും. അപ്പോൾ അങ്ങനെ ആണ് ഇവിടെ കൂടി നടക്കുക. ഇപ്പം നമ്മളിതേ ഗ്രൗണ്ടിൽ കൂടി കയറി വന്നേനെ കേട്ടോ. എന്ത് രസമാണെന്നറിയോ, നല്ല ഭംഗിയും നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് ഇങ്ങ് നടന്ന് പോരാം. അപ്പോൾ ഭൂരിഭാഗം ആളുകൾ അവിടെ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പുറത്തോട്ട് കിടക്കുന്നത് ഈ ഗ്രൗണ്ട് വഴിയാണ്. റോഡ് വഴി അങ്ങനെ വരാറില്ല. ഗ്രൗണ്ടിൽ ഒരുപാട് അഴുക്കുള്ള സമയത്തൊന്നും ആരും കയറൂല കേട്ടോ, കാരണം പാമ്പൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ അങ്ങനത്തെ പാമ്പിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ കയറി ആളുകൾക്ക് സുഖമായിട്ട് ഗ്രൗണ്ടിൽ കൂടിയൊക്കെ നടന്നു പോകും. ഇപ്പം ഞങ്ങൾ 4:30 മണിയായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. 4:30 മണിക്ക് അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇത്തിരി ചൂടൊക്കെയുള്ള ഒരു ഇതാണ്. കുറച്ചും കൂടി കഴിയണമെങ്കിൽ കുറേയും കൂടി ബെറ്ററായിട്ട് നമുക്ക് നടന്നൊക്കെ പോരാൻ പറ്റും. നല്ല സുഖമാണ്, കാഴ്ചയൊക്കെ കണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോഴത്തേ ഞാൻ ഗേറ്റും തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞ് ഓടി വരണുണ്ടേ. അങ്ങനെ ഞാൻ റയനും കൂടി കറങ്ങി തിരിഞ്ഞ് വന്ന് പിന്നെ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്ത്
അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ വന്നിരിപ്പുണ്ട്. അതിപ്പോഴായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ അങ്ങനെ അധികം ഓർഡർ ചെയ്യില്ല, കാരണം ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കാനും മേടിക്കാനും ഒക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അധികം ഓർഡർ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത്തിരി സോപ്പ്, ഫാബ്രിക് കണ്ടീഷണർ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വേണമായിരുന്നു. അപ്പോൾ അത് ഇത്തിരി ബൾക്കായിട്ട് എടുക്കാനായിട്ട് ഫ്ലിപ്കാർട്ട് തന്നെയാണ് ലാഭം. അതുകൊണ്ട് ഞാനങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു KLFൻ്റെ വെളിച്ചെണ്ണ 226 രൂപ. പിന്നെ എന്താണ് സഫോളയുടേത് അത് 1 ലിറ്റർ 149 രൂപ. പിന്നെ ഉജാലയുടേത് 900 ഗ്രാമാണ്, 900 ml 900 ml 150 രൂപ. അപ്പോൾ അത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഉജാലയുടേത്. അപ്പോൾ അത് മേടിച്ച് പിന്നെ ഞാൻ ഈ പേസ്റ്റ്, ഞാൻ ഒരുപാട് നാളായിട്ട് ഈ പേസ്റ്റാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് 6 എണ്ണം ഞാൻ മേടിച്ചിട്ടെ 265 രൂപയാണ്. ഒരു പാക്കറ്റിൽ 2 എണ്ണം ഉണ്ട്, അപ്പോൾ 6 എണ്ണം ഉണ്ട്. ഇത് ഇപ്പോൾ സാധാരണ കോൾഗേറ്റ് പേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മോണൊക്കെ ഇപ്പോൾ പൊട്ടാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് 80 ഗ്രാമിൻ്റെ 6 എണ്ണം ഉള്ളത്. അപ്പോൾ 80 ഗ്രാമിൻ്റെ 2 എണ്ണത്തിൻ്റെ പാക്കറ്റ് നോക്കിയിട്ട് ഉണ്ടായിരുന്നില്ല. സാധാരണ അത് ഞാൻ മേടിക്കണം. അപ്പോൾ ഇങ്ങനെ കോംബോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ കോംബോ എടുത്തെന്ന് മാത്രം. ഒരു 2-3 വർഷമായിട്ടാണ് അങ്ങനെ സെൻസിറ്റീവായി വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു പേസ്റ്റ് ഇട്ടിട്ട് പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല, മോണക്കൊക്കെ വളരെ സുഖമാണ്, മോണ പൊട്ടല ഒന്നുമില്ല. പിന്നെ റെക്സോണയുടെ 150 ഗ്രാമിൻ്റെ 3 സോപ്പ് 125 രൂപ, 123 രൂപ. ചന്ദ്രികയുടെ ഈ ഒരു 6 സോപ്പിൻ്റെ പാക്കറ്റ് എനിക്ക് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്. സാധാരണ ചന്ദ്രികയാണെന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തത്, പക്ഷേ ഇത് ഗ്ലിസറിൻ സോപ്പായിപ്പോയി 228 രൂപ. അപ്പോൾ അതങ്ങനെ ഒരു അബദ്ധം പറ്റി. പിന്നെ പിയേഴ്സ് എനിക്ക് കുറച്ച് നാളായിട്ട് പിയേഴ്സ് ഉപയോഗിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ പിയേഴ്സ് 3 എണ്ണം മേടിച്ച്. പിയേഴ്സ് 157 രൂപ 3 എണ്ണത്തിന്. പിന്നെ ഇത് എക്സോ 2 എണ്ണം മേടിച്ച്. പിന്നെ ഇത് ബാത്റൂം ക്ലീനർ അതൊരെണ്ണം മേടിച്ച്. എക്സോന് 29 രൂപയാണ് ഒരെണ്ണത്തിന്. ബാത്റൂം ക്ലീനറിന് 149 രൂപയാണ്. പിന്നെ ഈ ചോക്കോ അത് എത്രയാണ് 12 എണ്ണത്തിൻ്റെ പാക്കറ്റിന് 87 രൂപയാണ്. പിന്നെ ഒരു ഹാർപ്പിക്കല്ല ഞാൻ എടുത്തത്, ഹാർപ്പിക്ക് 1/2 ലിറ്ററാണത്, 99 രൂപയാണ്. പക്ഷേ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെത് 1 ലിറ്ററിന് 79 രൂപയുള്ളൂ. അത് 1 ലിറ്ററിൻ്റെ വലിയ കുപ്പി വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ എടുക്കാനുള്ള ഒരു എളുപ്പത്തിൽ 1/2 ലിറ്ററിന് നോക്കിയപ്പോഴത്തേക്ക് ഹാർപ്പിക്കായിപ്പോയി എടുത്തത്. അതൊരു പൊട്ടത്തരം പറ്റി. പിന്നെ വിപ്രോൻ്റെ സോഫ്റ്റ് ടച്ച് അത് 2 ലിറ്ററിൻ്റെ ഒരു ഇത് ഫാബ്രിക് സോഫ്റ്റ്നറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ പ്രാവശ്യത്തെ ഓഫറിൽ കിട്ടിയത് 1 രൂപക്ക് ഈ ദാവത്തിൻ്റെ 1/2 കിലോ അരിയാണ്. ഇതിൻ്റെ ഒരു പാക്കറ്റും എൻ്റെ കയ്യിൽ നേരത്തെ കിട്ടിയത് പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കിലോ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ഫാബ്രിക് സോഫ്റ്റ്നറാണ് ഇത്തവണ മേടിച്ചത്, 2 ലിറ്ററും പിന്നെ 900 ml. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് തിങ്കളാഴ്ച കാണാം. താങ്ക്